മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ തെളിവെടുപ്പിനെത്തിച്ച മുഖ്യപ്രതി അഷ്കർ ജനരോഷത്തിന്റെ ചൂടറിഞ്ഞു. പ്രതിയെ തെളിവെടുപ്പിനായി കരിക്കുഴിയിലെ വാടക വീട്ടിൽ എത്തിച്ചപ്പോഴായിരുന്നു നാട്ടുകാർ രോഷാകുലരായി പാഞ്ഞെടുത്തത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ തെളിവെടുപ്പിനെത്തിച്ച മുഖ്യപ്രതി അഷ്കർ ജനരോഷത്തിന്റെ ചൂടറിഞ്ഞു. പ്രതിയെ തെളിവെടുപ്പിനായി കരിക്കുഴിയിലെ വാടക വീട്ടിൽ എത്തിച്ചപ്പോഴായിരുന്നു നാട്ടുകാർ രോഷാകുലരായി പാഞ്ഞെടുത്തത്. പ്രതിക്ക് നേരെ പൊട്ടിത്തെറിച്ച നാട്ടുകാർ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടത്തി. നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി മടങ്ങിയത്. രാവിലെ 11:15 പോലീസ് സംഘം അഷ്കറുമായി കരിക്കുഴിയിലെ വാടക വീട്ടിലെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത വലിയ തോതിൽ പോലീസുകാരെയും വിന്യസിച്ചിരുന്നു. വീടിനകത്തും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രകോപിതരായ നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. കേസിലെ മറ്റൊരു പ്രതിയായ കുട്ടിയുടെ അമ്മ അഖിലയെ ഈ സമയം തെളിവെടുപ്പിന് എത്തിച്ചിരുന്നില്ല. നാട്ടിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ് നടക്കുന്നതെന്ന് പറഞ്ഞ നാട്ടുകാർ നിയമത്തെ ചോദ്യം ചെയ്തതല്ല, മറിച്ച് തങ്ങളുടെ പ്രതിഷേധമാണ് അറിയിച്ചതെന്നും വ്യക്തമാക്കി. 1.5 വയസ്സുകാരനായ കുഞ്ഞിനെതിരെ പ്രതി കാണിച്ച മനുഷ്യത്വരഹിതമായ ക്രൂരതയ്ക്കെതിരെ സ്വാഭാവിക പ്രതിഷേധമാണ് ഉണ്ടായതെന്നും പ്രദേശവാസികൾ പ്രതികരിച്ചു. 51ഓളം മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത്. അതേസമയം പ്രതി അഷ്കറിനെതിരെ ഇയാളുടെ മർദ്ദനമേറ്റ് കിടപ്പിലായ ആദ്യ ഭാര്യയും കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്.